വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. കൊതിയാവുന്നുണ്ട് ഇതൊന്ന് നേരിട്ട് പറയാനായിട്ട്. അപ്പുറത്തേക്കാണ് മമ്മൂട്ടിയുടെ സൂപ്പർ പെർഫോമൻസ്, ഒന്നും തന്നെ പറയില്ല. പൈതണി തന്നെയാ നല്ലത്. ഇത് കരിക്കള് മമ്മൂക്ക വേറെ ലെവൽ. നിങ്ങളുണ്ടല്ലോ, നിങ്ങള് വേറെ ലെവലാണ്. വ്യത്യസ്തത തിരഞ്ഞെടുക്കുന്ന മമ്മൂട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അത് ഡയറക്ട് ചെയ്ത ആ ഡയറക്ടർക്കും ഒരു ബിഗ് സല്യൂട്ട്. അടിപൊളി, രക്ഷയില്ല. പ്രതീക്ഷന് അപ്പുറമായി പോയി സിനിമ. ആദ്യം ഇവിടെ കരുതുന്ന ആൾ ജയിക്കും. ഒക്കെ ഭാഗ്യമൂല്യ. വേൾഡ് സിനിമയിൽ എടുത്തു പറയത്തക്ക 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇനി അതിലൊന്ന് പ്രമേയമായിരിക്കും. അത് കൺഫേം ഉള്ള കാര്യം തന്നെയാണ്. number 1 number 2 ಎಲ್ಲ ಪಾಪ ಬೆಳೆಯಾಟ. I am the only one, super one, no comparison. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തെ കൊടുമൺ പോറ്റി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന മമ്മൂട്ടിയാണ്. ഒക്കെ ഭാഗ്യമൂല്യ. രാക്ഷസ ഘടനം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഗംഭീരം ഞെട്ടിച്ചു. ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, ഇതുവരെ കണ്ടതിന്റെ അപ്പുറത്തുള്ള ഒരു പെർഫോമൻസ്. എന്നാ മനുഷ്യരുടെ ഇരുത്തം, നടത്തം, നടിപ്പ്, ശബ്ദം, ചിരിച്ചാൽ പോയി എന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹം ചിരിച്ചു. ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഇനിയും എത്ര തവണ നമ്മൾ കാണുമെന്ന് പോലും എനിക്കറിയാം. ഞാൻ പല തവണ കണ്ടുവരും. അത്രയും ഗംഭീരം. കാരണം നമുക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ കാണിക്കാം, ഇതാണ് നമ്മുടെ സിനിമ, അല്ലെങ്കിൽ മമ്മൂക്കാന്റെ പ്രകടനം. ഇതിനപ്പുറത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയെ പോലെ ഒരു പെർഫോമൻസ് ഉണ്ടാകുമല്ലോ. അങ്ങേരുണ്ടല്ലോ അറുമതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മമ്മൂക്കയെ പോലൊരാൾ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായി എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തൽക്കാലം ഇവിടെ അങ്ങേര് മാത്രമേ ഉള്ളൂ. മമ്മൂക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം മൂത്ത് ഭ്രാന്തായി പോയൊരു മനുഷ്യൻ എന്ന് പറയാം എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല മറുപടി. അത്രമേൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിന്റെ സ്പോയിലർ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പെറുക്കി പറഞ്ഞേനെ. മമ്മൂക്കയെ കൊണ്ട് പറ്റുള്ളൂ. ഈ ഒറിജിനൽ നമ്മൾ വിചാരിക്കണവരൊന്നുമല്ല. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിനിമയെ വേറെ ലെവല്, വേറെ മാതിരിയാക്കുന്നത് ഒറ്റ പേരാണ് മമ്മൂക്ക. ഒരു ചിരിയുണ്ട്, മാസ്, ഒന്നും പറയാനില്ല. മമ്മൂക്കയുടെ ഒരു കൊലച്ചിരി ഇതിൽ വരുന്നുണ്ട്. ആ ചിരിയുടെ കൂടെ ബീജിയം വരുമ്പോഴില്ല, തിയേറ്ററിനടുത്ത് കുലുങ്ങായിരുന്നു. ഒക്കെ ഭാഗ്യമൂല്യ. ഒരു രക്ഷയില്ല, തിയേറ്റർ കുലുങ്ങി. കലിയുഗത്തിന്റെ അപഭ്രംശം. അദ്ദേഹം ആ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം എടുത്ത് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എക്സ്ട്രോണറി ആൻഡ് അൺപ്രസന്റഡ് എന്ന് പറഞ്ഞ വാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആണ് മമ്മൂക്ക. നമുക്ക് പ്രൗഡാവാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. അടിപൊളിയായിരുന്നു. നിങ്ങളൊന്നും കണ്ടില്ലേ? കാണും.